നടി ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ അൻസിബ ഹൈക്കോടതിയിലേക്ക്. കേസെടുക്കാവുന്ന കുറ്റമില്ലെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടെന്നുമായിരുന്നു എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. യൂട്യൂബിലൂടെ നടി ലക്ഷ്മിപ്രിയ അധിക്ഷേപ വീഡിയോ ചെയ്തുവെന്നായിരുന്നു അൻസിബയുടെ പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങൾ നൽകും. ഷീന, പോലീസും ഈ മജിസ്ട്രേറ്റ് കോടതിയും എടുത്തത് ഒരേ നിലപാടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അൻസിബ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. അൻസിബയ്ക്ക് എത്ര കണ്ട് പ്രതീക്ഷയുണ്ട്? വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചത്. അതായത് അൻസിബ നൽകിയ പരാതി എന്നുള്ളത്, പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അൻസിബ പാലാരിവട്ടം പോലീസിന് ഒരു പരാതി നൽകുന്നത്. ലക്ഷ്മിപ്രിയയ്ക്കും അതേപോലെ തന്നെ ക്യാൻ മീഡിയ ചാനലിനും അൻസിബ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിലെ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അൻസിബ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേസ് ഷീന കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. ക്യാൻ മീഡിയ ചാനലിലും ലക്ഷ്മിപ്രിയയ്ക്കും എതിരായ പരാതിയാണ് അൻസിബ പാലാരിവട്ടം പോലീസിൽ നൽകിയിരുന്നത്. ആ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് ആദ്യം അൻസിബയെ അറിയിച്ചത്. തുടർന്നാണ് ആ നടപടിയെ തുടർന്ന് പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അൻസിബ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലും പോലീസിന്റെയും സർക്കാർ പറഞ്ഞ പ്രോസിക്യൂഷന്റെ വാദം ഇത് തന്നെയായിരുന്നു. എഫ്ഐആർ ഇട്ട് അന്വേഷിക്കേണ്ട ഒരു കേസ് നിലവിൽ പ്രാഥമികമായി ഇതിൽ കാണുന്നില്ല. ആ പരാതി അതിനൊത്തമായ പരാതിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കോടതി നടപടികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുന്നത്. ഇത് എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് അന്വേഷിക്കേണ്ടതായി കാണുന്നില്ല. അതുകൊണ്ട് അൻസിബയ്ക്ക് നേരിട്ട് കോടതി വഴി ഈ കേസുമായി പരാതിയുമായി മുന്നോട്ട് പോകാം. അതുകൊണ്ട് അൻസിബ നേരിട്ട് ഓഗസ്റ്റ് 29 ഹാജരായി മൊഴി നൽകണം. അതിനുശേഷം ഈ നടപടിയുമായി മുന്നോട്ട് പോകാം എന്ന് അറിയിക്കുകയായിരുന്നു. ആ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ അൻസിബ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ ഈ ഉത്തരവ് കേസെടുക്കാനാകില്ല, എഫ്ഐആർ ഇട്ട് അന്വേഷിക്കേണ്ട കുറ്റകൃത്യമായി പ്രാഥമിക ദൃഷ്ടിയിൽ അത് കാണുന്നില്ല എന്ന ആ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ അൻസിബ മേൽക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതായത് ഹൈക്കോടതിയിൽ പോകുമ്പോഴുള്ള ഒരു പ്രതീക്ഷ എന്നുള്ളത് പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതി മുതൽ അങ്ങോട്ട് നടപ്പാക്കാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേസെടുക്കാൻ പോലീസ് ഇത് അന്വേഷിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതേ കേസിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും അൻസിബ പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ കേസെടുത്തു എന്നും കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും ആഭ്യന്തരമന്ത്രി അടക്കം വെളിപ്പെടുത്തിയ ഒരു കേസാണിത്. ആ കേസിലാണ് ഇപ്പോൾ കേസെടുക്കാനാകില്ല, പരാതിയിലാണ് ഇപ്പോൾ കേസെടുക്കാനാകില്ല എന്ന നിലപാട് മജിസ്ട്രേറ്റ് കോടതിയും സ്വീകരിച്ചിരിക്കുന്നത്.